പാർലമെന്റിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ CJP പരാമർശത്തിൽ അതൃപ്തി അറിയിച്ച് ഇടത് നേതാക്കൾ. അതൃപ്തി അറിയിക്കേണ്ട വേദി ഇതല്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ മറ്റംഗങ്ങൾ വ്യക്തമാക്കി. വേണമെങ്കിൽ ചർച്ചയാകാമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിലപാട്. അതിനിടെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിന് BJPയുടെ കേന്ദ്ര നേതാക്കളും സംസ്ഥാന നേതാക്കളും തമ്മിൽ ഇന്ന് ചർച്ച നടക്കും. In Kerala, it is not the CPM and the BJP. It is the CJP that they are partners. And everybody knows that they are working together in Kerala to defeat the UDF. കേരളത്തിൽ CPM-ഉം BJP-യും ഒന്നിച്ച് CJP ആയി പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കവേ രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നത്. ഇതിലുള്ള അതൃപ്തിയാണ് ഇന്ന് ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള ഇടത് MP-മാർ ചൂണ്ടിക്കാട്ടിയത്. P. സന്തോഷ് കുമാറും ജോൺ ബ്രിട്ടാസുമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയിലുള്ള അതൃപ്തി ഇന്ത്യ സഖ്യ യോഗത്തെ അറിയിച്ചത്. BJPക്കെതിരായ പോരാട്ടം ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും ഒന്നിച്ചാണ് നടത്തുന്നതെന്നായിരുന്നു P. സന്തോഷ് കുമാറിൻ്റെ പ്രതികരണം. ഇതിനിടെ രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നുവെന്നും സന്തോഷ് കുമാർ ഇന്ത്യ സഖ്യ യോഗത്തിൽ പറഞ്ഞു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണെന്നും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത്തരമൊരു പരാമർശം നടത്തരുതായിരുന്നുവെന്നുമായിരുന്നു ജോൺ ബ്രിട്ടാസിൻ്റെ വിമർശനം. എന്നാൽ പാർലമെന്റിലെ നടപടികളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ സ്വീകരിച്ചത്. അതേസമയം ഏത് വിഷയവും ചർച്ച ചെയ്യാൻ തങ്ങൾ തയ്യാറാണ് എന്ന് KC വേണുഗോപാലും യോഗത്തിൽ പറഞ്ഞു. ഇതിനിടെ ഇന്ത്യ സഖ്യ യോഗത്തിൽ പങ്കെടുത്ത മറ്റ് ഘടകകക്ഷികളുടെ നേതാക്കൾ ഈ വിഷയം കോൺഗ്രസും CPM-ഉം പരസ്പരം ചർച്ച ചെയ്ത് തീർക്കട്ടെ എന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ യോഗത്തിൽ നടന്നില്ല. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ CJP പരാമർശത്തിൽ ഇടത് പാർട്ടികൾക്ക് കടുത്ത അതൃപ്തിയാണുള്ളത്. വരും ദിവസങ്ങളിൽ മറ്റു ഫോറങ്ങളിലും ഈ വിഷയം സജീവമായി ഉന്നയിക്കുവാനാണ് ഇടതു പാർട്ടികളുടെ തീരുമാനം. B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.